ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ട്യൂട്ടോറിയൽ ഈ ചാനൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനാണ്, മറ്റൊരു ഫംഗ്ഷനാണ്. അതും സിമ്പിൾ ഫംഗ്ഷൻ, ബേസിക് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് തന്നാൽ ആ ഡേറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആ മന്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ഏതാണെന്ന് കാണാനുള്ള ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഫംഗ്ഷൻ്റെ പേരാണ് എൻഡ് ഓഫ് ദ മന്ത് ഫംഗ്ഷൻ. എൻഡ് ഓഫ് ദ മന്ത് ഫംഗ്ഷൻ. ഈ അതിൻ്റെ ഫോർമുല എന്ന് വെച്ചിരിക്കുന്നത് EOMONTH. ഇതിൻ്റെ അകത്ത് ബ്രാക്കറ്റിനകത്ത് 1-2 പാരാമീറ്റേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ എക്സാമ്പിൾസ് അത് കാണിക്കാം. അപ്പോൾ എൻഡ് ഓഫ് ദ മന്ത് ഫംഗ്ഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ നമുക്ക് ഇപ്പം കണ്ടോ കുറച്ച് ഡേറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ 12th January 2023, സെക്കൻഡ് വൺ 14 March 2023, ഫോർത്ത് വൺ 18th June 2023. അങ്ങനെ 5-6 ഡേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പം പല സന്ദർഭങ്ങളിലും ഈ ഈ ഓരോ ഡേറ്റിൻ്റെയും ലാസ്റ്റ് ഡേറ്റ്, അത് ആ ഒരു പർട്ടിക്കുലർ മന്തിലെ ഡേറ്റ് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും എൻഡ് ഓഫ് ദ മന്ത്, മന്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് കാണാൻ ആവശ്യം പലപ്പോഴും നമുക്ക് വരാറുണ്ട്, പല കാരണം കൊണ്ടും. പലപ്പോഴും അക്കൗണ്ട്സിലും ഈ എച്ച് ആറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ സാലറി കളക്ടേഷനും അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് ഇത് ആവശ്യം വരാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് എൻഡ് ഓഫ് ദ മന്ത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. January 12, 2023 എൻഡ് ഓഫ് ദ മന്ത് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക. പിന്നെ എൻഡ് ഓഫ് ദ മന്തിൻ്റെ സിൻടാക്സ് EO ഓപ്പണിംഗ് ബ്രാക്കറ്റ്. പിന്നെ നമ്മൾ 2 പാരാമീറ്റർ അതിനകത്ത് ചോദിക്കുന്നത്, ഒന്ന് സ്റ്റാർട്ട് ഡേറ്റും പിന്നെ മന്ത്സും. ഏത് മാസത്തെയാണെന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതാണ്, January 1st ആണ്. അപ്പം January 12th ആണ് സ്റ്റാർട്ട് ഡേറ്റ്. അപ്പോൾ ആ സെല്ല് സെലക്ട് ചെയ്യുക, അതിൻ്റെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. അത് സെലക്ട് ചെയ്യുക, പിന്നെ കോമ ഇടുക. മന്ത്സ് നമുക്ക് ഈ മാസം ജാനുവരിയിലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആണ് കാണേണ്ടത്. ജാനുവരിയിലെ ലാസ്റ്റ് ഡേറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം 0 തന്നെ ഇടുക, വേറെ ഒന്നും ഇടണ്ട, വേറെ നമ്പർ ഒന്നും ഇടേണ്ട, 0 തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പം നമുക്ക് വന്നൊരു നമ്പറായിട്ട് ഡേറ്റ് ആണ്, പക്ഷേ നമുക്ക് ഫോർമാറ്റ് മാറി കിടക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഫോർമാറ്റ് മാറ്റി കൊടുക്കുന്നത് എങ്ങനെ കാണിക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ നമുക്ക് ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം ഡേറ്റ് ഫോർമാറ്റ്, കാരണം ബൈ ഡിഫോൾട്ട് വേറെ ഫോർമാറ്റ് കിടന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമ്മൾ ഡേറ്റിലേക്ക് നമ്മളിത് മാറ്റി കൊടുക്കണം. ആണോ? അപ്പം January 12th ലാസ്റ്റ് ഡേറ്റ് എന്ന് വെച്ചാൽ 31st January അല്ലേ? അതുപോലെ തന്നെ ഇത് നമ്മളിപ്പം ഈ ഫോർമുല നമുക്ക് താഴെ ഡ്രാഗ് ചെയ്യാം. അപ്പം ഈ ഫോർമുല ഈ താഴെയുള്ള സെൽസിനെല്ലാം അപ്ലൈ ആവും. ഞാനിത് ഇവിടെ ഒരു ചെറിയത് കാണാം, ക്രോസ് സൈൻ വരുമ്പോൾ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. ഇപ്പം 14th March അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 31st March, 18th June ലാസ്റ്റ് ഡേറ്റ് 30th June, 21st December ലാസ്റ്റ് 31st. അങ്ങനെ ഓരോന്നിനെ കറക്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇതാണ് അതായത് മാസത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കാണാനുള്ള ഇത്. ഇപ്പം നിങ്ങൾക്ക് ഇത് വെച്ച് അടുത്ത വരാതിരിക്കുന്ന മാസങ്ങളുടെയും ഇതിന് മുമ്പുള്ള മാസങ്ങളിലെ ലാസ്റ്റ് ഡേറ്റ് കാണാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സെല്ലിൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, 12th January എൻഡ് ഓഫ് ദ മന്ത് ക്ലിക്ക് ചെയ്യുക. ഫോർമുലകളിലെ E of month D5 0. നമ്മൾ ഈ 0യ്ക്ക് പകരം 1 കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറയാം. 1 കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പം ജാനുവരിയുടെ ആണല്ലോ 0 കൊടുത്തപ്പം ജാനുവരിയുടെ ലാസ്റ്റ് ഡേറ്റിലാണ്ടേ. 1 കൊടുക്കുമ്പോൾ ഒരു മാസം മുന്നോട്ടുള്ളത്, അതായത് ഫെബ്രുവരിയുടെ ലാസ്റ്റ് ഡേറ്റ് കാണിക്കും. കണ്ടോ? 28/2/2023, അതായത് 28 February 2013. അപ്പോൾ അത് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് മാർച്ചിലെ കാണുന്നത് എന്ത് ചെയ്യണം? ജാനുവരി കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടില്ലേ മാർച്ച്. അപ്പം നമ്മളിവിടെ ഫോർമുലയോടെ D5 2 കൊടുക്കണം. അപ്പോൾ 2 കൊടുത്താൽ ജാനുവരി കഴിഞ്ഞ് 2 മാസമൊക്കെ, ജാനുവരി, ഫെബ്രുവരി, മാർച്ചിലെ ലാസ്റ്റ് ഡേറ്റ് കാണിക്കും. കണ്ടോ? 31st March 2023. ഇതുപോലെ തന്നെ ഇനി മുമ്പുള്ള മാസങ്ങളുടെ കാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിത് മറ്റൊരു മൈനസ് സൈൻ കൊടുക്കണം. മൈനസ് സൈൻ കൊടുത്തിട്ട് നമുക്കിപ്പം ഇത് ജാനുവരിയിലാണോ, ഡിസംബറിലാണെങ്കിൽ -1 കൊടുക്കണം. അതായത് ജാനുവരിയിൽ നിന്ന് ഒരു മാസം പുറകോട്ടല്ലേ, -1 കൊടുത്താൽ
തലേ വർഷത്തെ ഡിസംബറിലെ ലാസ്റ്റ് ഡേറ്റ് കിട്ടും. 31st December 2022. മനസ്സിലായി അല്ലേ? ഇനിയും നവംബറിലാണെങ്കിൽ ഒരു -2 കൊടുത്താൽ മതി. കൊടുത്താൽ നവംബറിലെ ലാസ്റ്റ് ഡേറ്റ് കിട്ടും. അങ്ങനെ ഓരോ മാസങ്ങളിൽ ഇങ്ങനെ കാണണമെങ്കിൽ അതനുസരിച്ച് ഇവിടുത്തെ ഇത് മാറ്റി കൊടുത്താൽ മൈനസോ പ്ലസോ ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ മന്ത് ഒരു പർട്ടിക്കുലർ ഡേറ്റ് കിട്ടിയാൽ അതിൻ്റെ എൻഡ് ഓഫ് ദ മന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വരുന്നെങ്കിൽ, അഥവാ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യണം. കാരണം ഇനിയും പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനായിട്ടാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.